താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ ഗവർണർ പോര് കനക്കുന്നു. ഡിജിറ്റൽ KTU സർവകലാശാലകളിൽ VC-മാരെ നിയമിച്ചത് കോടതിയുടെ പുനർനിയമന വ്യവസ്ഥ പാലിച്ചാണെന്നാണ് രാജ്ഭവൻ. നിയമനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അയച്ച കത്ത് ഗവർണർ അംഗീകരിച്ചേക്കില്ല. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, വിശദാംശങ്ങൾ. അതിനായി KTU ഡിജിറ്റൽ സർവകലാശാലയിലെ VC നിയമനം അത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് തന്നെ ആകണം എന്നുള്ള ഒരു സുപ്രീം കോടതി ഉത്തരവുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അതിനു മുൻപ് തന്നെ ഈ പാനൽ സർക്കാർ ഗവർണർക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുമുണ്ടായിരുന്നതാണ്. പക്ഷെ അതിൽ വലിയ നോട്ടമൊന്നും ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഗവർണറുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഒരു നിയമനം ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മുഖ്യമന്ത്രി കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ KTU സർവകലാശാലയിലെ താൽക്കാലിക VC ഉണ്ടാകൂ എന്നത് സംബന്ധിച്ച്. അതിനുശേഷമാണ് ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന ശിവപ്രസാദിനെയും അതുപോലെ തന്നെ തോമസിനെയും സർവകലാശാലയിലെ താൽക്കാലിക VC-മാരായിട്ട് നിയമിച്ച് ഉത്തരവിറക്കിയത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രി വീണ്ടും രാജ്ഭവൻ ഒരു കത്ത് അയച്ചിട്ടുണ്ട്. പക്ഷെ ആ കത്ത് നിലവിൽ ഗവർണർ അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു സർക്കാർ ഗവർണർ അനുനയം വേണം KTU അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയുടെ എന്നുള്ളതാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തള്ളുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സുപ്രീം കോടതി വിധിയെ എതിർക്കുന്നു ഗവർണർ എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ, CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ഗവർണർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഗവർണർക്കെതിരെ ഉയർത്തുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ വീണ്ടും ഇതേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി അയച്ച കത്ത് അത് വലിയ ഗൗരവത്തിൽ രാജ്ഭവൻ എടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ സർക്കാരിന് വീണ്ടും ഈ വിഷയം സംബന്ധിച്ച് നിയമ നടപടികളുമായി കോടതിയെ സമീപിക്കേണ്ടതായിട്ട് വരും. കോടതി വഴി വീണ്ടും KTU അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനം അത് വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോരിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ അടുത്ത സമയത്തൊന്നും ഈ വിഷയത്തിൽ ഒരു സർക്കാർ ഗവർണർ അനുനയം ഉണ്ടാകുമെന്നുള്ളതും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ സർവകലാശാലയിലെ പ്രതിസന്ധിയും അതിരൂക്ഷമാകുന്നു ഓരോ ദിവസവും കഴിയുമ്പോഴും എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റും അതുപോലെ തന്നെ VC-യും തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. VC വിളിച്ചു ചേർത്ത ഓൺലൈൻ യോഗത്തിൽ സസ്പെൻഷനിലായ KS അനിൽകുമാർ പങ്കെടുത്തതോടെയാണ് VC അത് സൃഷ്ടിച്ചത്. പിന്നീട് ആ ഓൺലൈൻ യോഗം നിർത്തി പിരിച്ചുവിട്ട് VC ഇറങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വൈകിട്ടോടുകൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തന്നെ ഈ സിൻഡിക്കേറ്റ് റൂമിന്റെ ചാവി കാണാനില്ല, ഒരു ക്രമക്കേട് നടക്കുന്നതിന്റെ സൂചനയൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണങ്ങൾ ഉയർത്തി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ഇപ്പോൾ CP ഉൾപ്പെടെയുള്ളവർ CP അംഗങ്ങൾ ഉൾപ്പെടെ രംഗത്ത് എത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ കലുഷിതമാകുന്നു കേരള സർവകലാശാലയിൽ പ്രതിസന്ധി എന്നുള്ളത് പറയണം. അത് പരിഹരിക്കാൻ ഇതുവരെയും ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ ഇടപെട്ടിട്ടില്ല. മറ്റ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായില്ല. ഇതിനിടയിൽ സുപ്രീം കോടതിയുടെ അനുനയം വേണമെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ രാജ്ഭവനിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് കേരള സർവകലാശാലയിലെ അതുപോലെ തന്നെ ഈ താൽക്കാലിക VC നിയമനത്തിലടക്കം ഒരു അനുനയം ഉണ്ടായിട്ടുണ്ടാകും, ഒരു പ്രശ്നപരിഹാരം ഉടനെ ഉണ്ടാകുമെന്നുള്ളതൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ താൽക്കാലിക VC നിയമന ഉത്തരവിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സിസ തോമസിനെയും ശിവപ്രസാദിനെയും അംഗീകരിക്കാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ സർവകലാശാലയുടെ ചുമതല അത് മുഖ്യമന്ത്രിക്ക് കൂടി ഉൾക്കൊള്ളുന്നതാണ്. എന്തായാലും ഈ പാനലിൽ നിന്ന് VC-മാരെ നിയമിക്കാൻ ഗവർണറും തയ്യാറല്ല, ഗവർണർ നിയമിക്കുന്ന VC-മാരെ അംഗീകരിക്കാൻ സർക്കാരും തയ്യാറല്ല എന്നുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനം എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ കത്തിൽ വേണ്ട മറുപടി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ വീണ്ടും താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ ചാൻസലർക്കെതിരെ കോടതിയിലേക്ക് നിയമപരമായി നീങ്ങാനുള്ള സർക്കാരിന്റെ സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിൽ തന്നെയായിരിക്കും സർക്കാരിന്റെ നീക്കങ്ങളും ഉണ്ടാവുക.
അതുപോലെ തന്നെ കേരള സർവകലാശാലയിലും ഓരോ ദിവസം കഴിയുമ്പോഴും പ്രശ്നം കലുഷിതമാകുന്ന സാഹചര്യമാണുള്ളത്. ഇതിലൊക്കെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സമീപനമാണ് ഗവർണറുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അടുത്തിടയ്ക്കൊന്നും ഈ പ്രശ്നത്തിൽ വലിയ ഒരു പരിഹാരം അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ചാൻസലറുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ കത്തിന് രാജ്ഭവൻ മറുപടി നൽകുമ്പോൾ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത സർക്കാരിന്റെ നീക്കങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം ഓരോ ദിവസവും പ്രശ്നങ്ങൾ മാറി മാറി വരുന്ന കാഴ്ചയാണ് കേരള സർവകലാശാലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ശരി, താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ ഗവർണർ പോര് കനക്കുകയാണ്. ഡിജിറ്റൽ KTU സർവകലാശാലകളിൽ VCമാരെ നിയമിച്ചത് കോടതിയുടെ പുനർനിയമന വ്യവസ്ഥ പാലിച്ചാണെന്നാണ് രാജ്ഭവൻ. നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അയച്ച കത്ത് ഗവർണർ അംഗീകരിച്ചേക്കില്ല. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.